എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞു. പിച്ചക്കാരോ വന്നു. സോറി. ഇതാരാ? ഡോക്ടർ. ഞാൻ വിചാരിച്ചതോ പിച്ചക്കാരായിരുന്നു. പിച്ചക്കാരാ? ഇയാൾക്ക് പ്രാന്ത്. ഇത് പ്രാന്ത്. ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലുള്ള പലരും എന്നെ പിച്ചക്കാരനാ വിളിക്കുന്നേ. ഇയാൾക്ക് പ്രാന്ത്. എനിക്ക് പ്രാന്താണോ? ഇയാൾക്ക് പഴുത്ത മുട്ട്. എന്ത് പഴുത്ത മുട്ടോ? മുഴുത്ത വട്ട്. മുഴുത്ത വട്ടം നിന്റെ അച്ഛനാടി. ദാണ്ട എന്റെ അച്ഛന് പറയുന്നു. ഇയാൾക്ക് 11 kV സകല കറണ്ടും ഇയാളുടെ തലയിൽ കൂടെ കേറ്റി. അയ്യോ അങ്ങനെ വേണ്ട ഡോക്ടറെ, അങ്ങനെ വേണ്ട. ഒരു കാര്യം ചെയ്യും, ഇതിൽ ഞാൻ കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ചെയ്ത ചിലപ്പോ ഇയാള് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. രക്ഷപ്പെട്ടു. അയ്യോ എന്റെ കൊച്ചു ഉറങ്ങിക്കാണോ എന്തോ. അതാരടി വന്നിട്ട് പോയ? അത് പിന്നെ ഡോക്ടർ. എന്തിനു ഡോക്ടർ ഇവിടെ? ഡോക്ടറിന്റെ ആവശ്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ പ്രാന്താന്ന് വിളിക്കുക. അവര് ഓണപ്പാട്ട് പാടിയാണ് ഞാൻ 1.5 കിലോ അരിയാണ് കൊടുത്തത്. എന്നിട്ട് പ്രാന്തന്റെ പോലും. എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ വന്ന വഴി എനിക്ക് അവരോടൊന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയില്ലേ? അതിന് എന്റെ മെക്കെട്ട് കയറിയിട്ട്